ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹോം മെയ്ഡ് സോയിൽ ക്ലേ ഉണ്ടാക്കിയില്ലേനു. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അവക്കാഡോ ട്രിങ്കർ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ക്ലേ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. എന്നാൽ ഓവർ കട്ടി ആവേണ്ടേനു, എന്നാൽ ഇത്തിരി കട്ടി കുറയേണ്ടേനു കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു പേപ്പറിൽ അവക്കാഡോൻ്റെ ഷേപ്പ് വരച്ചതിന് ശേഷം ഈ ക്ലേൻ്റെ മുകളിലോട്ട് ആ ഷേപ്പ് വെച്ചതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ അവക്കാഡോൻ്റെ നടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് ചേർക്കാം. ഒരു ബ്രഷിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതി, സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത്തിരി കട്ടിയുള്ള ബ്രഷിനോട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീരും, ഭയങ്കര ഈസി ആയിട്ട് തോന്നും ചെയ്യും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അവക്കാഡോനെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മളെ പരിപാടി ഇത്തിരി ക്ലേ എടുത്തതിന് ശേഷം നീളത്തിൽ പാമ്പിനെ പോലെ നല്ല നൈസായിട്ടുള്ള ഒരു കോല് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുക കേട്ടോ. ഈ അവക്കാഡോൻ്റെ ചുറ്റിനൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കാനാണ്. അതായത് വീഡിയോയിൽ കാണുന്ന പോലെ. ഇനി നമ്മൾ അവക്കാഡോൻ്റെ ചുറ്റിനും ഈ ഒരു സാധനം വെക്കുക കേട്ടോ. വെക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോരും. അത് നമുക്ക് നമ്മളുടെ ബ്രഷും വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതല്ലാണ്ട് എക്സ്ട്രാ ക്ലേ എടുത്തിട്ടില്ല. ഇതിൻ്റെ താഴോട്ടും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഞാൻ ഇതുമത്തെ ക്ലേ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഒക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ കൈകൊണ്ടാക്കാനും നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൈകൊണ്ട് നല്ല ഈസി ആയിട്ട് ആക്കുക. ബ്രഷിനോണ്ട് ആക്കുന്നതിനേക്കാളും സുഖം എനിക്ക് കൈകൊണ്ടാക്കുന്നതാണ് കേട്ടോ തോന്നിയത്. ജസ്റ്റ് ബ്രഷ് നന്നായിട്ട് രണ്ട് ഭാഗം ചേർത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ അവക്കാഡോൻ്റെ സീഡാണ് ഉണ്ടാക്കുന്നത്. സീഡ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ പേപ്പറിൽ ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ക്ലേയിൽ ഞാൻ വെച്ചതിന് ശേഷം കട്ടാക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതും ആ അവക്കാഡോൻ്റെ ബേസും കൂടി ചേർക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറിങ്ങൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ഇതൊന്ന് ഉണങ്ങാൻ നമുക്ക് ഇത്തിരി ടൈം കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ബായ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.